Hi friends, this is Renjusha. Welcome back to our channel. ഇന്ന് നമ്മൾ നോക്കുന്നത് ടാർഗറ്റ് 100 ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണ്. ഇതിനു മുന്നേ നമ്മൾ 100 ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന്റെ ഒരു ഡേ 1 ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് തന്നു കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻസ് എങ്ങനെ കണ്ടുപിടിക്കാം, ആ സൊല്യൂഷൻസ് കണ്ടുപിടിച്ചതിന് ശേഷം അതെങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്, കമ്പയർ ചെയ്ത് നമ്മൾ ഓപ്ഷൻസ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ, എക്സ് ലെസ് ദാൻ വൈ അങ്ങനെയുള്ള ഓപ്ഷൻസ് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇതേപോലെ തന്നെ നമ്മൾ SBI പ്രിലിംസിന് വേണ്ടി SBI ക്ലർക്കിന്റെ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ടാർഗറ്റ് സിംപ്ലിഫിക്കേഷൻസ് 100 സിംപ്ലിഫിക്കേഷൻസ്, അതുപോലെ തന്നെ ടാർഗറ്റ് 100 മിസ്സിംഗ് നമ്പേഴ്സ്, അങ്ങനെ 2 സീരീസ് സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ തന്നെയാണ് നമ്മൾ ഇതും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്താണ്? പ്രാക്ടീസ്, ഡെയിലി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഇവിടെ ഓരോ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നിങ്ങളിലോട്ട് എത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ 100 ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന്റെ ക്വസ്റ്റ്യൻ നമ്പർ 5 തൊട്ട് ക്വസ്റ്റ്യൻ നമ്പർ 10 വരെയാണ് ഇന്ന് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഡേ 1 വീഡിയോ കാണാത്ത ആൾക്കാർ തീർച്ചയായിട്ടും അത് കണ്ടിട്ട് ഈ വീഡിയോയിലോട്ട് വരിക. കാരണം നമ്മൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ബേസിക് ആയിട്ട് എങ്ങനെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ എന്നൊക്കെ ഡിസ്കസ് ചെയ്തു. അത് നമ്മൾ ഈ വീഡിയോയിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻസും പോസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസേഴ്സ് ഞാൻ ചെയ്യുന്ന ആൻസറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എവിടെയാണ് തെറ്റ് പറ്റിയിട്ടെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ് സ്ക്വയർ പ്ലസ് 17x പ്ലസ് 42 ഈക്വൽ 0, വൈ പ്ലസ് 3 ഹോൾ ക്യൂബ് ഈക്വൽ ടു 0. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. എങ്ങനെയാണ് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്? കോൺസ്റ്റന്റ് ടേംസ് എടുക്കാം, അതായത് പ്ലസ് 42 പ്ലസ് 42. ഇതിനെ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 42 കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ 17 കിട്ടണം. 42 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടുന്നത്? രണ്ട് നമ്പേഴ്സ്, അതായത് 7 into 6 എന്ന് പറഞ്ഞാൽ 42 ആണ്. പക്ഷെ ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുള്ളൂ? നമുക്ക് 13 കിട്ടുള്ളൂ. നമുക്ക് ഇവിടെ എന്താണ്? 17 ആണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ അടുത്ത മൾട്ടിപ്പിൾ നോക്കാം. 14 into 3 ചെയ്യാം. 14 into 3 ചെയ്യുമ്പോൾ 42 ആണ്. 14ഉം 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 17ഉം കിട്ടും. അപ്പൊ രണ്ട് മൾട്ടിപ്പിൾസ് 14ഉം 3 ആണ് കിട്ടി. നമ്മൾ ഇതിന്റെ സൊല്യൂഷൻസ് എങ്ങനെയാണ്? x1 ഈക്വൽ ടു, ഇവിടെ 14 ആണെങ്കിൽ സൊല്യൂഷൻ എന്താണ്? -14 ആയിരിക്കും. അതുപോലെ ഇവിടെ 3 ആണ്. അപ്പൊ സൊല്യൂഷൻ എന്തായിരിക്കും? x2 എന്ന് പറയുന്നത് ഇവിടെ 3 ആണെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് -3. അപ്പൊ രണ്ട് സൊല്യൂഷൻസ് കിട്ടി എക്സിന്, -14ഉം അതുപോലെ തന്നെ -3ഉം. ഇനി നമുക്ക് ഇവിടെ നോക്കാം. y plus 3 ഹോൾ ക്യൂബ് ഈക്വൽ ടു 0. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? y plus 3 അവിടെ എഴുതുന്നു. y plus 3 ഈക്വൽ ടു, ഇവിടെ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ ക്യൂബിക് റൂട്ട് ഓഫ് 0 കിട്ടും. അതെന്ന് പറഞ്ഞാൽ എന്താണ്? 0 തന്നെയാണ് അല്ലെ. ഈ ക്യൂബിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താണ്? ക്യൂബിക് റൂട്ട് ഓഫ് 0 വരും. അതെന്ന് പറഞ്ഞാൽ 0. y plus 3 ഈക്വൽ ടു 0. അപ്പൊ y എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്താണ്? ഈ 3 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് കിട്ടും? -3. അപ്പൊ y-ക്ക് ഒരു സൊല്യൂഷനേ ഉള്ളൂ, y എന്ന് പറയുന്നത് -3. ഇവിടെ x-ന് രണ്ട് സൊല്യൂഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് കമ്പയർ ചെയ്യുന്നു? -14 -3, ഇവിടെ y-ക്ക് -3 കമ്പയർ ചെയ്യാം. -3 ആണോ -14 ആണോ വലുത്? -3 ആണ്. അപ്പൊ നമ്മൾ ലെസ് ദാൻ കൊടുക്കും. -3 കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ ലെസ് ദാനും ഈക്വലും കൂടെ എന്താണ്? കമ്പൈൻ ചെയ്ത് വരുമ്പോൾ എന്താണ് സൊല്യൂഷൻ? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. ലെസ് ദാനും ഈക്വലും കൂടെ കമ്പയർ ചെയ്ത് വരുന്നുണ്ട്. എന്ത് ചെയ്യുന്നു? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എന്ന് കിട്ടി. അതായത് ഓപ്ഷൻ ഡി ആണ്. എന്താണ്? ഓപ്ഷൻ ഡി, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ് സ്ക്വയർ പ്ലസ് 10x മൈനസ് 96 ഈക്വൽ ടു 0, വൈ സ്ക്വയർ പ്ലസ് 23y പ്ലസ് 112 ഈക്വൽ ടു 0. അപ്പോൾ രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് കിട്ടി. അൺനോൺ വേരിയബിൾ എക്സും അൺനോൺ വേരിയബിൾ ആയിട്ട് വരുന്ന വൈയുടെയും. ഓക്കെ, നമുക്കിനി 96, ഇവിടെ എന്താണ്? -96 ആണ്. -96 രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? -96 കിട്ടണം. ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടണം. നമ്മൾ എന്ത് ചെയ്യുന്നു? 16ഉം 6 എടുത്ത് നോക്കാം. 6 into 6 എന്ന് പറയുമ്പോൾ 36 ആണ്. ബാലൻസ് 3. 1 into 6 എന്ന് പറഞ്ഞാൽ 6 plus 3 എന്ന് പറഞ്ഞാൽ 9. 96 എന്ന് കിട്ടും. അപ്പൊ 16ഉം 3 എടുത്ത് നോക്കാം. 16ഉം 6 എടുത്ത് നോക്കാം. മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ -96 കിട്ടണം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു നമ്പറിന് മൈനസ് കൊടുക്കണം. ഇവിടെ മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ -10 കിട്ടും അല്ലെ. 6 - 16 എന്ന് പറഞ്ഞാൽ -10 കിട്ടും. ഇവിടെ നമുക്ക് എന്താണ്? +10 ആണ് കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 6ന് മൈനസ് കൊടുക്കുന്നു. 6ന് മൈനസ് കൊടുത്താൽ എന്താണ്? 16 - 6 എന്ന് പറഞ്ഞാൽ 10 കിട്ടും. 16 into -6 എന്ന് പറഞ്ഞാൽ -96 കിട്ടും. അപ്പൊ രണ്ട് മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 16ഉം -6ഉം. ഓക്കെ, അപ്പൊ സൊല്യൂഷൻസ് എങ്ങനെയായിരിക്കും? സൊല്യൂഷൻസ് x1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ 16 ആണ്. അപ്പൊ സൊല്യൂഷൻ എന്ന് പറയുന്നത് -16. അതുപോലെ x2 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ -6 ആണ്. അപ്പൊ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും?
+6 ആയിരിക്കും. അപ്പൊ x1 -6 എന്ന് കിട്ടി, x2 എന്നത് 6 ആണെന്ന് കിട്ടി. ഇനി y-യുടെ നോക്കാം. ഇവിടെ എന്താണ് 112 ആണ്. അപ്പൊ നമ്മൾ ആദ്യം 16 × 7 ചെയ്യുമ്പോൾ 112 കിട്ടും അല്ലെ. 14 × 8 ചെയ്യുമ്പോൾ 112 കിട്ടും. നോക്കാം. 4 × 8 എന്ന് പറഞ്ഞാൽ 12 ആണ്. 4 × 8 എന്ന് പറഞ്ഞാൽ 32 ആണ്. ബാലൻസ് 3 വരും. 1 × 8 എന്ന് പറഞ്ഞാൽ 8, 8 + 10 എന്ന് പറഞ്ഞാൽ 11. അപ്പോൾ 112 കിട്ടും. 14ഉം 8ഉം. പക്ഷെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 14ഉം 8ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്തേ വരുള്ളൂ? 22 വരുള്ളൂ. നമുക്ക് ഇവിടെ എന്താണ് 23 വരണം. അപ്പൊ 14 × 8 അല്ല. ഓക്കെ, 14 × 8 അല്ല. ഇനി നമുക്ക് അടുത്ത മൾട്ടിപ്പിൾ ഏതാ നോക്കാം. 16 × 7 ചെയ്യാം. 16 × 7 ചെയ്യുമ്പോൾ 6 × 7 എന്ന് പറയുമ്പോൾ 42 ആണല്ലേ. 2 ബാലൻസ് 4. ഓക്കെ, 16ഉം 17ഉം കൂടെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 112 കിട്ടും. അപ്പൊ 16 കൊടുത്തു, 7 കൊടുത്തു. ഇനി എന്താണ് ആഡ് ചെയ്യുമ്പോൾ 23 കിട്ടണം. 16ഉം 7ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താണ് 23 കിട്ടും. അപ്പൊ നമുക്ക് കിട്ടി 16 7 ആണ് മൾട്ടിപ്പിൾസ്. അപ്പൊ y1 സൊല്യൂഷൻ എന്തായിരിക്കും? 16 എന്താണ് സൊല്യൂഷൻ ആക്കി എഴുതുമ്പോൾ -16 ആവും. y2 എന്ന് പറയുന്നത് എന്താണ് ഇവിടെ 7 ആണ്. സൊല്യൂഷൻ ആക്കി എഴുതുമ്പോൾ -7 കിട്ടും. അപ്പൊ രണ്ട് സൊല്യൂഷൻസ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം. -16 6, ഇവിടെ -16, ഇവിടെ -7. -6ഉം -6ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഈക്വൽ ടു -16 -7 കൂടെ ആഡ് ചെയ്യുമ്പോൾ ലെസ് ദാൻ അല്ലെ. -16ഉം -7ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ -7 ആണ് വലുത്. ഇനി 6ഉം -16ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഗ്രേറ്റർ ആണ്. അപ്പൊ എന്താണ് ഒരു ഗ്രേറ്ററും ഒരു ലെസ് ദാനും എന്നാൽ എന്താണ്? ഓപ്ഷൻ കനോട്ട് ബി ഡിറ്റർമൈൻഡ് അല്ലേ. ഇവിടെ എന്താണ് ഏറ്റവും ആൻസർ വരുന്നത്? ഓപ്ഷൻ ഇ ആണ്. കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. x² - 4x - 45 = 0, y² + 3y - 28 = 0. അപ്പൊ രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 45 ആണ് ഇവിടുത്തെ കോൺസ്റ്റന്റ്. അത് -45 ആണ്. -45 നമുക്ക് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 45 കിട്ടണം. നമുക്ക് 15 × 3 ചെയ്യുമ്പോൾ 45 കിട്ടും. പക്ഷെ 15ഉം 3 കൂടെ എങ്ങനെയൊക്കെ നമ്മൾ ആഡ് ചെയ്താലും -4 കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അതെല്ലാം മനസ്സിലായി. ഇനി അടുത്തത് 45. ഇനി രണ്ട് നമ്പേഴ്സ് ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് എടുത്താൽ 45 കിട്ടും? 9 × 5 എടുത്ത് നോക്കാം. 9 × 5 എന്ന് പറഞ്ഞാൽ 45 ആണ്. ഏതെങ്കിലും ഒരു നമ്പറിന് മൈനസ് കൊടുക്കണം, എന്നാലേ ഇവിടെ എന്ത് കിട്ടുള്ളൂ? -45 കിട്ടുള്ളൂ. ഏത് നമ്പറിന് കൊടുക്കണം? ഇവിടെ നമ്മളിവിടെ 5നാണ് മൈനസ് കൊടുക്കുമെങ്കിൽ 9 - 5 എന്ന് പറഞ്ഞാൽ 4 വരും. ഇവിടെ നമുക്ക് -4 ആണ് വരുന്നത്. അപ്പൊ 9ന് മൈനസ് കൊടുക്കാം. അപ്പൊ -9 + 5 എന്ന് പറയുമ്പോൾ -4 കിട്ടും. -9 × 5 ചെയ്യുമ്പോൾ -45 കിട്ടും. അപ്പൊ രണ്ട് മൾട്ടിപ്പിൾസ് കിട്ടി. ഇനി നമ്മൾ സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു? x1 എന്ന് പറയുന്നത് എന്തായിരിക്കും? -9 ആണ്. സൊല്യൂഷൻ എഴുതുമ്പോൾ എന്ത് കിട്ടും? +9. അതുപോലെ തന്നെ x2 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 5 ആണ്. സൊല്യൂഷൻ എഴുതുമ്പോൾ കിട്ടും -5. അപ്പൊ 9ഉം -5 ആണ് സൊല്യൂഷൻസ് എന്ന് കിട്ടി. ഇനി ഇവിടെ എന്ത് വരും നോക്കാം. -28 ആണ്. -28 ആണ്. 7 × 4 ചെയ്യുമ്പോൾ 28 കിട്ടും. 7 × 4 ചെയ്യുമ്പോൾ 28 കിട്ടും. -28 ആണ് കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ എന്തിനാ ഇതിനൊരു മൈനസ് കൊടുക്കുക. ഇതിൽ ഏതിന് മൈനസ് കൊടുത്താൽ 3 കിട്ടും? 4ന് മൈനസ് കൊടുക്കാം. 7 - 4 ചെയ്യുമ്പോൾ 3 കിട്ടും. 7 × -4 ചെയ്യുമ്പോൾ -28 കിട്ടും. അപ്പൊ നമ്മൾ സൊല്യൂഷൻസ് എങ്ങനെ എഴുതുന്നു? y1 = 7 ആണ്. സൊല്യൂഷൻ എന്തായിരിക്കും? -7. y2 = ഇവിടെ -4 ആണ്. സൊല്യൂഷൻ എന്തായിരിക്കും? 4 ആയിരിക്കും. നമ്മൾ കമ്പയർ ചെയ്യാം. 9 - 5 അല്ലേ. 9 - 5 -7 4. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ 9 ആണ് വലുത്. ഗ്രേറ്റർ എന്ന് കിട്ടി. -5 ഗ്രേറ്റർ ആണ്. ഇവിടെ എന്താണ്? 4 ആയിരിക്കും ഗ്രേറ്റർ. -5 4 കൊടുക്കുമ്പോൾ 4 ആണ്. അപ്പൊ ഗ്രേറ്ററും ലെസ് ദാനും വന്നാൽ എന്താണ്? ഓപ്ഷൻ കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്കിത് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇതിന്റെ ബേസിക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞു, കോൺസ്റ്റന്റ് ടേംസ് രണ്ടും മൈനസ് വന്നാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? സൊല്യൂഷൻസ് ഒന്നും കണ്ടുപിടിക്കാതെ തന്നെ ആൻസർ കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആണ്. ഇവിടെ നോക്കൂ, കോൺസ്റ്റന്റ് ടേംസിന് ഇവിടെയും മൈനസ് ആണ്. ഇവിടുത്തെ കോൺസ്റ്റന്റ് ടേംസ് എന്താണ്? അവിടെയും മൈനസ് ആണ്. രണ്ടിനും മൈനസ് വന്നാൽ എന്താണ്? ഒറ്റയടിക്ക് നമുക്ക് ഈ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാതെ തന്നെ എന്ത് ചെയ്താൽ പറ്റി? ഓപ്ഷൻ കനോട്ട് ബി ഡിറ്റർമൈൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അത് ഓർത്ത് വയ്ക്കാം. ഇനി നമ്മൾ ജസ്റ്റ് എങ്ങനെയാണ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ സ്റ്റെപ്പ് ചെയ്തത്. നിങ്ങൾ എക്സാമിന് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വന്നാൽ തന്നെ എന്ത് ചെയ്താൽ മതി? cannot be determined എന്ന ഓപ്ഷൻ ചൂസ് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. x² - 13x + 40 = 0, y² + 6y - 55 = 0.
അപ്പൊ രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാം, 14 എടുക്കാം, +14 ആണ് അല്ലെ. രണ്ട് നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം, 14 കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ -13 കിട്ടണം. അപ്പൊ 5 × 8 നോക്കിയാലോ. 5 × 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5 × 8 എന്ന് പറഞ്ഞാൽ 14 ആണ്. 5ഉം 8ഉം ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം, -13 കിട്ടോ, ഇല്ല. 5ഉം 8ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ +13 ആണ് കിട്ടുക. അപ്പൊ രണ്ടിനും മൈനസ് കൊടുക്കാം. രണ്ടിനും മൈനസ് ചെയ്യുമ്പോൾ എന്താണ്, -13 കിട്ടും. -5 × -8 എന്ന് പറഞ്ഞാലും എന്താണ്, +14 തന്നെയാണ്. അപ്പൊ നമുക്ക് രണ്ട് മൾട്ടിപ്പിൾസ് കിട്ടി. അപ്പൊ സൊല്യൂഷൻ ഏതൊക്കെയാണ്, x1 എന്ന് പറയുന്നത് ഇവിടെ -5 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, +5 എന്ന് എഴുതാം. ഇവിടെ -8 ആണ്. സൊല്യൂഷൻ എന്തായിരിക്കും അപ്പൊ 8 എന്ന് കിട്ടി. അപ്പൊ രണ്ട് സൊല്യൂഷൻസ് കിട്ടി. ഇവിടെ നമുക്ക് നേരത്തെ പോലത്തെ ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, -+++ എന്ന് പറയുന്ന കോമ്പിനേഷൻ അല്ല, കോൺസ്റ്റന്റ് ടേംസ് രണ്ടും മൈനസ് അല്ല. അപ്പൊ ഷോർട്ട് കട്ട് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പൊ എക്സിന്റെ സൊല്യൂഷൻസ് ഏതൊക്കെയാണ്, 5ഉം 8ഉം കിട്ടി. ഇനി വൈയുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. -55 ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, 11 × 5 ചെയ്യാം. 11 × 5 ചെയ്യുമ്പോൾ 55 കിട്ടി. -55 ആ കിട്ടുന്നത്. അപ്പൊ ഏതിനെങ്കിലും ഒന്നിന് മൈനസ് കൊടുക്കാം. ഇവിടെ 6 ആണ് കിട്ടേണ്ടത്. അപ്പൊ ഏതിന് മൈനസ് കൊടുത്താലാണ് 6 കിട്ടുക, 5ന് മൈനസ് കൊടുക്കുക. അപ്പൊ 11 - 5 എന്ന് പറഞ്ഞാൽ 6 കിട്ടും. 11 × -5 എന്ന് പറഞ്ഞാൽ -55 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സൊല്യൂഷൻസ് എഴുതാം. y1 എത്രയാണ്, 11 ആണ്. അപ്പൊ സൊല്യൂഷൻ -11. y2 ഇവിടെ -5 ആണ്. സൊല്യൂഷൻ എന്തായിരിക്കും, 5 ആയിരിക്കും. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യാം. 5, 8, -11, 5. 5 ആണോ വലുത്, -11 ആണോ, 5. അപ്പൊ 5 കമ്പയർ ചെയ്യുമ്പോൾ ഈക്വൽ. 8 ആണോ വലുത്, -11, 8 ആണോ വലുത്, അപ്പൊ ഗ്രേറ്റർ. 8, 5 കമ്പയർ ചെയ്യുമ്പോൾ 8 ആണ് വലുത്. അപ്പൊ എന്താണ് കിട്ടി, x എന്ന് പറയുന്നത് ഇവിടെ ഗ്രേറ്ററും ഈക്വലും കൂടെയാണ് എന്തായിരുന്നു മിക്സ് ചെയ്ത് തരുന്നത്. അപ്പൊ x > y എന്ന് കിട്ടി. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടെ x > y ആണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, x - 3 whole square = 49, y² + 13y + 42 0. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, x - 3 whole square = 49 ആണ്. ഈ സ്ക്വയർ ഇങ്ങോട്ട് കൊണ്ടുപോകാം. അതായത് എന്ത് കിട്ടും, x - 3 സ്ക്വയർ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ √49 എന്ന് കിട്ടും. അപ്പൊ എന്താണ് √49 എന്ന് പറഞ്ഞാൽ എന്താണ്, x - 3 √49 എന്ന് പറഞ്ഞത് +or -7 എന്ന് വരും അല്ലെ. ഒന്നുമില്ലെങ്കിൽ +7 സ്ക്വയർ ചെയ്താൽ എന്താണ് 49 കിട്ടും, -7 സ്ക്വയർ ചെയ്താൽ 49 കിട്ടും. അപ്പൊ അതിന്റെ ഈ √49 എന്ന് പറഞ്ഞാൽ +or -7 ആണ് കിട്ടി. നമ്മൾ എന്ത് ചെയ്യുന്നു, x - 3 = 7 എന്നും x - 3 = -7 എന്നും എടുക്കും. ഓക്കെ, ഇനി എന്താണ് ഇതിൽ നിന്ന് എന്ത് കിട്ടും, x എന്ന് പറയുന്നത് = 7 ഇവിടെ ഉണ്ട്, -3 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ +3. അപ്പൊ 7 + 3 എന്ന് പറഞ്ഞാൽ 10. x1 എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ എന്താണ്, 10 ആണ്. ഇനി x - 3 = -7. അപ്പൊ x എന്താണ്, -7 + 3 എത്രയാണ് കിട്ടും, -7 + 3 എന്ന് പറഞ്ഞാൽ -4. അപ്പൊ രണ്ടാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, -4. അപ്പൊ രണ്ട് സൊല്യൂഷൻസ് കിട്ടി, x-ന് 10ഉം -4ഉം. ഓക്കെ, ഇനി നമുക്ക് y-യുടെ സൊല്യൂഷൻ കാണാം. 42 ആണ് ഇവിടെ, +42. ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് 42 കിട്ടാൻ നോക്കാം. 7ഉം 6ഉം എടുക്കാം. 7 × 6 എന്ന് പറഞ്ഞാൽ 42 ആണ്. 7ഉം 6ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 13 കിട്ടും. അപ്പൊ എന്താണ്, രണ്ട് മൾട്ടിപ്പിൾസ് കിട്ടി. ഇതിൽ നിന്ന് സൊല്യൂഷൻസ് എങ്ങനെ എഴുതാം, y1 എന്ന് പറയുന്നത് =7 ആണ്. അപ്പൊ സൊല്യൂഷൻ -7. y2 സൊല്യൂഷൻ എന്തായിരിക്കും, ഇവിടെ 6 ആണ്. അപ്പൊ സൊല്യൂഷൻ -6 ആണ്. ഓക്കെ, അപ്പൊ 10 -4 കമ്പയർ ചെയ്യാം. 10 -4 -7 -6 കമ്പയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 10 -7 ഏതായാലും വലുത് 10. 10ഉം -6ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഗ്രേറ്റർ 10 ആണ് ഗ്രേറ്റർ. -4ഉം -7ഉം കമ്പയർ ചെയ്യുമ്പോൾ -4 ആണ് വലുത്. -4ഉം -6ഉം കമ്പയർ ചെയ്യുമ്പോൾ -4 ആണ് വലുത്. അപ്പൊ എന്താ കിട്ടി, എല്ലാം ഗ്രേറ്റർ ആണ്. അപ്പൊ x > y ആണ് കിട്ടി. അതായത് ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്, x > y. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, x² - 19x + 78 = 0, y² - 29y + 208 = 0. അപ്പൊ രണ്ട് സൊല്യൂഷൻസും രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് കിട്ടി. ഇനി ഇതിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം. ബേസിക് ആയിട്ടല്ലാതെ ഷോർട്ട് കട്ട് ആയിട്ട് നമുക്ക് -+++ എന്ന് പറഞ്ഞ കോമ്പിനേഷൻ അല്ല, കോൺസ്റ്റന്റ് ടേംസ് രണ്ടും മൈനസും വരുന്നില്ല. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റില്ല, സൊല്യൂഷൻസ് കണ്ടുപിടിക്കണം അല്ലെ. x² - 19x + 78 = 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 78ന് നമുക്ക് ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 78 കിട്ടും നോക്കാം. ഓക്കെ, 78 ഇതിനെ നമുക്ക് 2 × എങ്ങനെ എഴുതാം, 2 ×
34 എന്ന് എഴുതിയാൽ എന്ത് കിട്ടും? 2 into 34 എന്ന് പറഞ്ഞാൽ എന്താണ്? 78 ആണ് അല്ലേ? സോറി, 2 into 39. 2 into 39 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 78 കിട്ടും അല്ലേ? 39 നമുക്ക് വീണ്ടും എന്ത് 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? 3 വെച്ച് ഫാക്ടർ ചെയ്യുമ്പോൾ 39 3ൽ 1 9ൽ 3. അപ്പൊ 2 into 3 into 13 എഴുതിയാലും എന്താണ്? 78 ആണ്. നമുക്ക് ഇതിന് 2 into 3 ഒരുമിച്ച് എഴുതിയാലോ? 6 into 13. 6 into 13 ചെയ്യുമ്പോൾ 78 കിട്ടും. 6ഉം 13ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 19 കിട്ടും, -19 കിട്ടും അല്ലെ? രണ്ടിനും മൈനസ് കൊടുത്താൽ -19 കിട്ടും. അപ്പൊ എന്താണ്? -6 എന്നും -13 എന്നും കൊടുക്കാം. ഓക്കെ, -6 into -13 എന്ന് പറഞ്ഞാൽ 78 ആണ്. -6 -13 എന്ന് പറഞ്ഞാൽ -19 ആണ്. അപ്പൊ രണ്ട് മൾട്ടിപ്പിൾസ് കിട്ടി. പിന്നെ എന്താണ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുമ്പോൾ x1 ഈക്വൽ ടു എന്താണ്? ഇവിടെ -6 ആണ്, സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 6 ആണ് കിട്ടി. x2 എന്ന് പറഞ്ഞാൽ നമ്മുടെ -13 ആണ്, സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 13 ആണ് കിട്ടി. ഓക്കെ, നമുക്ക് y നോക്കാം. ഇവിടെ എന്താണ്? 208 ആണ്. 208നെ നമുക്ക് ഫാക്ടറൈസിങ് ചെയ്യാം. 208 ആദ്യം നമുക്ക് 4 വെച്ച് നോക്കാം അല്ലെ? 4 വെച്ച് നോക്കുമ്പോൾ 4 into 20ൽ എത്ര വശം പോകും? 5, 8ൽ 2. 4 into 52 എന്ന് നമുക്ക് എഴുതാം. ഇനി 52നെ നമുക്ക് 13ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതാം. 4 ഇവിടെ ഓൾറെഡി ഉണ്ട്. 52നെ 4 into 13 എഴുതാം. ഓക്കെ, അപ്പോഴും എന്താണ്? 208 ആണ് നമുക്ക് കിട്ടുക. ഇനി 4ഉം 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 കിട്ടും. 16ഉം 13ഉം നോക്കാം. 16ഉം 13ഉം കൂടെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 208 കിട്ടും. 16ഉം 13ഉം ആഡ് ചെയ്യുമ്പോൾ എന്താണ്? 29. നമുക്കിവിടെ -29 ആണ്, കുഴപ്പമില്ല, 29 കിട്ടും. അപ്പൊ രണ്ടിനും മൈനസ് കൊടുത്താൽ മതി അല്ലേ? അപ്പൊ എന്താണ്? 208. അപ്പൊ എന്താണ്? രണ്ടും -16 കിട്ടും, -16 കിട്ടും, -13 കിട്ടും. -16 -13 രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും, 208 കിട്ടും. -16 -13 ആഡ് ചെയ്യുമ്പോൾ -29 കിട്ടും. അപ്പൊ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് എന്താണ്? y1 ഈക്വൽ ടു 16 ആണ്, -16 ആണ്. അപ്പൊ സൊല്യൂഷൻ 16 ആണ്. y2 എന്ന് പറയുന്നത് -13 ആണ്. അപ്പൊ സൊല്യൂഷൻ എന്ന് പറയുന്നത് 13. ഓക്കെ, അപ്പൊ നമുക്ക് സൊല്യൂഷൻസ് കിട്ടി. നമുക്ക് കമ്പയർ ചെയ്യാം. 6, 13, 16, 13. അപ്പൊ ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ 6ഉം 16ഉം കൂടെ 16 ആണ് വലുത്. 6ഉം 13ഉം കൂടെ 13 ആണ് വലുത്. 16ഉം 13ഉം കൂടുമ്പോൾ 16 ആണ് വലുത്. 13ഉം 13ഉം കൂടെ ഈക്വൽ ആണ് അല്ലെ? അപ്പൊ ലെസ് ദാനും ഈക്വലും ആണ് കമ്പൈൻ ചെയ്ത് വരുന്നത്. അപ്പോൾ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു y. അപ്പൊ ഓപ്ഷൻ ഡി ആണ്, x ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്ന് നമ്മൾ സോൾവ് ചെയ്ത 6 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ 5 ക്വസ്റ്റ്യൻസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന്റെ 5 ക്വസ്റ്റ്യൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്തെത്തിക്കുക. ഓക്കെ, താങ്ക് യു.